ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്നാൽ കല്യാണത്തിന് ഒരാഴ്ച മുന്നെയാണ് ആ ഞെട്ടിക്കുന്ന സത്യം എല്ലാവരും അറിയുന്നത്. പറഞ്ഞുകൊണ്ട് ലക്ഷ്മി തനുവിനെ നോക്കി. സൂര്യേട്ടന്റെ ഹോസ്പിറ്റലിൽ ആ കഞ്ചാവ് കെട്ടുകൾ അബദ്ധത്തിൽ വന്നതായിരുന്നില്ല, മനഃപൂർവ്വം അവിടെ കൊണ്ടുവച്ചാണെന്ന്. ദൃഢമായ ശബ്ദത്തിൽ അവർ പറഞ്ഞു. തനു നെറ്റി വിളിച്ചുകൊണ്ട് അവരെ നോക്കി. അതേ മോളെ, ആർക്കൊരു ദ്രോഹം ചെയ്യാതിരുന്ന, എല്ലാവരെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുക മാത്രം ചെയ്തിരുന്ന അദ്ദേഹത്തെ സ്നേഹിച്ചവർ തന്നെ ചതിച്ചു. സ്നേഹിച്ചവരെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞതിന്റെ പൊരുളെന്തെന്ന് മനസ്സിലാക്കാതെ തനു സംശയത്തോടെ ചോദിച്ചു. നിന്റെ രേവതി ചിറ്റിയാണോ അദ്ദേഹത്തെ ചതിച്ചതെന്ന്? വിഷ്ണുവാണ് അതിന് മറുപടി പറഞ്ഞു. അവൾ ഞെട്ടിലോട് അവർ ഇരുവരെയും മാറി മാറി നോക്കി. അവൾക്കത് അവിശ്വസനീയമായിരുന്നു. ചിറ്റ എങ്ങനെ? അത്രമേൽ പ്രാണനിൽ അലിഞ്ഞുപോയൊരുവനെ ചതിക്കാൻ ചിറ്റയ്ക്കെന്നല്ല ഏതെങ്കിലും ഒരു പെണ്ണിന് സാധിക്കുമോ? അവൾ അസ്വസ്ഥതയോടെ ചിന്തിച്ചു. അതുമാത്രമല്ല, ചിറ്റയെ പോലെ ലോകപരിചയമില്ലാത്തൊരു സാധാരണ നാട്ടിൻപുറത്തുകാരി പെൺകുട്ടിക്ക് എങ്ങനെ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നൊക്കെ സംഘടിപ്പിക്കാൻ കഴിയും? അവൾ സംശയത്തോടെ വിഷ്ണുവിനെയും ലക്ഷ്മിയും മാറി മാറി നോക്കി. നിന്റെ ഉള്ളിലെ സംശയം ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ ചിറ്റയെ പോലെ ഒരു സാധാരണക്കാരിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നല്ലേ? അതിനവൾ മറുപടി പറയാതെ തലവിൽക്ക് മാത്രം ചെയ്തു. മോൾക്ക് അറിയോന്നറിയില്ല, രേവതിയുടെ അച്ഛൻ ദിവാകരൻ ഒരു സഹോദരി ഉണ്ടായിരുന്നു, സാവിത്രി. ചെറുപ്രായത്തിൽ വിധവയായവർക്ക് ഒരു മകൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. മോള് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വിനയൻ. ലക്ഷ്മി പറയാൻ തനു ഓർമ്മയിൽ ചെയ്ഞ്ഞു. അതെ, ഇടയ്ക്കിടയ്ക്ക് ചിറ്റി അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ പറയുന്ന പേരായിരുന്നു സാവിത്രി അമ്മൂമ്മയും വിനയ മാമനെയൊക്കെ കുറിച്ച്. അവൾ ഓർമ്മിച്ചുകൊണ്ട് അവരെ നോക്കി. പഠനം കഴിഞ്ഞൊരു ജോലിയൊന്നും ആവാൻ നിൽക്കുന്ന വിനയനെ രേവതിയുടെ നിർബന്ധത്തിൽ വഴങ്ങി സൂര്യേട്ട ഹോസ്പിറ്റലിൽ ഒരു ജോലി എടുത്തു. രേവതിയുടെ സഹോദരൻ എന്ന നിലയിൽ സൂര്യേട്ടൻ അയാൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തിരുന്നു. പതിയെ പതിയെ ആ ഹോസ്പിറ്റലിലെ മേൽനോട്ടം അയാളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. കാരണം പല റിസർച്ചുകളുടെയും ഭാഗമായിട്ട് സൂര്യേട്ട മാസങ്ങളോളം അവിടെ നിന്ന് മാറിക്കേണ്ട അവസ്ഥയുണ്ടാവാറുണ്ട്. അതുകൊണ്ട് അയാളുടെ നിഷ്കളങ്കമായ പെരുമാറ്റവും ജോലിയിലെ ആത്മാർത്ഥതയും കൊണ്ട് സൂര്യേട്ടൻ തന്നെ അയാളിൽ ഒരു അവകാശം പതിപ്പിച്ചു കൊടുത്തിരുന്നു. അതുതന്നെയായിരുന്നു പിന്നെ ആ പാവത്തിന്റെ ജീവനും തകർത്ത്. ലക്ഷ്മി പറഞ്ഞു മനസ്സിലാകാത്ത പോലെ തനു അവരെ നോക്കി. വിനയൻ നമ്മളാരും കരുതിയ പോലെ ഒരാളായിരുന്നില്ല. കള്ളും കഞ്ചാവും പെണ്ണൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ഫ്രോഡായിരുന്നു അവൻ. അതെല്ലാവരും മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിരുന്നു. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചു. ഹോസ്പിറ്റൽ നിയന്ത്രണം അവന്റെ കൈ കിട്ടിയപ്പോൾ അവൻ അതിന്റെ മറവിൽ നിയമവിരുദ്ധമായിട്ടുള്ള ചില കൊള്ളരുതായ്മകളും ചെയ്തു കൂട്ടി. അങ്ങനെ അവനായിരുന്നു അവിടെ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ച്. ലക്ഷ്മി പറഞ്ഞുകൊണ്ട് നെടുവീർപ്പെട്ടു. പക്ഷെ അവിടെ ചിറ്റ എങ്ങനെ? തനു പറഞ്ഞു മുഴുവനാക്കാതെ അവരെ നോക്കി. രേവതി നിർബന്ധിച്ചിട്ടാ സൂര്യേട്ടൻ എന്ന് അവൻ അവിടേക്ക് ജോലിക്കെടുത്ത്. രേവതിയും വിനയും തമ്മിൽ പണ്ടോട്ടെ ഇഷ്ടത്തിലായിരുന്നു. നോ, ഇല്ല ആന്റി, ഞാനിത് വിശ്വസിക്കില്ല. ചിറ്റക്ക് സൂര്യനാരായണനോട് അടങ്ങാത്ത പ്രണയമായിരുന്നില്ലേ? പിന്നെ എങ്ങനെ അദ്ദേഹത്തെ ചതിക്കാൻ ചിറ്റക്ക് കഴിയും? എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായതായിരിക്കും. ലക്ഷ്മി പറഞ്ഞിട്ട് തനു രേവതിക്ക് വേണ്ടി വാദിച്ചു. ഒരു തെറ്റിദ്ധാരണ അല്ല മോളെ, സൂര്യേട്ടൻ അവരുടെ ബന്ധത്തെ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്താ. അവർ പറഞ്ഞിട്ട് തനു സംശയത്തോടെ അവരെ നോക്കി. വിനയനാണ് ഇതെല്ലാം ചെയ്തതെന്ന് അറിഞ്ഞുടനെ സൂര്യേട്ടൻ അയാളെ കാണാനായി പോയിരുന്നു. പിടിച്ചിരുത്തി 2 അടി കൊടുത്തപ്പോൾ തന്നെ അയാൾ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. രേവതി അയാൾ തമ്മിൽ പണ്ട് തൊട്ടേ ഇഷ്ടത്തിലായിരുന്നു അത്രേ. സൂര്യേന്റെ 12-ാം വയസ്സിലെ ഇഷ്ടമൊക്കെ അവളെ നോ മറന്നിരുന്നു. അതിനുശേഷം വിനയനായിട്ട് ഇഷ്ടത്തിലായത്. ജോലിയോ പണമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഇഷ്ടത്തിന് വീട്ടിലാരും അംഗീകരിക്കില്ലെന്ന് അവൾക്കറിയായിരുന്നു. അതുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അയാൾ എവിടേക്കോ പോയി. ആ സമയത്താണ് സൂര്യേട്ടൻ വന്ന് രേവതിയോട് വീണ്ടും ഇഷ്ടം പറയുന്നത്. ഒരു നിമിഷം അവളുടെ മനസ്സൊന്ന് ചാഞ്ചാടി. പണവും പ്രതാപവും ഇല്ലാത്ത വിനയേക്കാൾ എന്തുകൊണ്ട് യോഗ്യൻ സൂര്യമംഗലത്തെ സൂര്യനാരായണനാണെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ വിനയനെ ഒഴിവാക്കി സൂര്യന്റെ ഇഷ്ടം സ്വീകരിച്ചു. അങ്ങനെ സൂര്യനായിട്ട് അവളെ കല്യാണം നിശ്ചയിച്ച ശേഷം വിനയൻ അത് അറിയുന്നു. അപ്പം തന്നെ അയാൾ നാട്ടിലേക്ക് വന്നു. രേവതിയോട് സംസാരിച്ചപ്പോൾ പണമില്ലാത്ത വിനയനേക്കാൾ എന്തുകൊണ്ടും നല്ലത് സൂര്യമംഗലത്തെ സൂര്യനാരായണൻ തന്നെയാണെന്ന് അവൾ പറഞ്ഞു അത്രേ. എന്തു വന്നാലും രേവതിയെ നഷ്ടപ്പെടുത്താൻ അയാൾ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് രേവതിയെ സ്വാധീനിച്ച് ആ ഹോസ്പിറ്റലിൽ ജോലി ഒപ്പിച്ചെടുത്ത്. കഞ്ചാവ് കേസിൽ സൂര്യനകത്തായ രേവതി അവനിൽ നിന്ന് അകലുന്ന അയാൾ കരുതി. എന്നാൽ പണത്തിന്റെ ബലത്തിൽ അവൻ കേസിൽ നിന്ന് രക്ഷപ്പെടുന്ന അയാൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സൂര്യൻ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി രേവതിയെ തനിക്ക് കിട്ടില്ലെന്ന് ചിന്തിച്ചപ്പോഴാണ് സത്യങ്ങളെല്ലാം സൂര്യനെ അറിയിക്കാന്ന് അയാൾ കരുതിയത്. എന്നാൽ അതിനു മുമ്പേ ഇടുത്തി പോലെ രേവതി ഗർഭിണിയാണെന്ന വാർത്ത അവന്റെ കാതുകളിൽ മുഴങ്ങി. മറ്റൊരുവന്റെ കൂടെ ശരീരവും മനസ്സും പങ്കുവെച്ചവളെ ഇനി തനിക്ക് എന്തിനാണെന്ന് കരുതിയ പിന്നെ അവൻ മൗനം പാലിച്ചത്. ലക്ഷ്മി നെടുവീർപ്പോളം പറഞ്ഞുകൊണ്ട് തനുവിനെ നോക്കി. അവളാകെ അസ്വസ്ഥയായിരുന്നു. ഏത് വിശ്വസിക്കണമെന്ന് അവൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. തന്റെ ചിറ്റക്ക് ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് അവൾ അപ്പോഴും ഉറച്ച് വിശ്വസിച്ചിരുന്നു. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം അവൾക്ക് വിശ്വസിക്കാൻ കഴിയും ആന്റി. എന്തെങ്കിലും ഒരു തെളിവ് പോലില്ലാതെ ആരെങ്കിലും പറഞ്ഞു കിട്ടാത്ത എന്റെ ചിറ്റയെ അവിശ്വസിച്ചോ? ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ചിറ്റയോടും സംസാരിക്കാൻ തോന്നിയില്ലേ? ആൾ ദയനീയമായി ചോദിച്ചു. ആര് പറഞ്ഞു തെളിവില്ലാതെയാണെന്ന്? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആളല്ല സൂര്യേട്ടൻ. ഇതിന്റെ പേരിൽ രേവതിയും വിനയും തമ്മിൽ സംസാരിക്കുന്നു, വാഗ്വാദത്തിൽ ഏർപ്പെടുന്നൊക്കെ അദ്ദേഹം സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെയാണ് കണ്ടത്. അത്രയോ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നവൾ തന്നെ ചതിച്ചു എന്നറിഞ്ഞതും ആ മനുഷ്യനാകെ തകർന്നുപോയി. എല്ലാവരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. അവളെ മറന്ന് രാജ്യം സ്വീകരിക്കാൻ എല്ലാവരും നിർബന്ധിച്ചു.
എന്നാൽ സൂര്യേട്ടൻ അതിനെ ശക്തമായിട്ട് എതിർത്തു. ഇനിയുള്ള ജീവിതത്തിൽ തനിക്കൊരു പെണ്ണ് വേണ്ടെന്നും തൻ്റെ കുഞ്ഞ് മാത്രം മതിയെന്നും അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ അവിടെ രേവതി അദ്ദേഹത്തെ തോൽപ്പിച്ചു കളഞ്ഞു. പ്രസവിച്ച കുഞ്ഞിനെ ഹോസ്പിറ്റൽ മുറിയിൽ വെച്ച് തന്നെ അവൾ ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. ഇതൊന്നും സത്യമല്ല. എന്റെ ചിറ്റക്ക് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ലക്ഷ്മി പറഞ്ഞു കേട്ടു തനൊരു പൊട്ടിക്കരച്ചിലോടെ പറഞ്ഞു. മോൾക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും, പക്ഷെ ഇതെല്ലാം സത്യം മോളെ. ഞങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ സത്യങ്ങൾ. ലക്ഷ്മി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നിറകണ്ണുകളോട് അവരെ നോക്കി. രേവതി പ്രസവിച്ചു എന്നറിയ കുഞ്ഞിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ഓടിച്ചെന്ന സൂര്യേട്ടന്റെ കയ്യിലേക്ക് ജീവനില്ലാത്ത തന്റെ കുഞ്ഞിന്റെ ശരീരം അവർ കൊടുത്ത് അന്ന് ഈ നാട്ടിൽ നിന്നും പോയതാ സൂര്യേട്ടൻ. പിന്നെ ഇതുവരെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. വർഷം 20 കഴിഞ്ഞു. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. മകനെ ഓർത്ത് നീറിയ അദ്ദേഹത്തിന്റെ അച്ഛൻ പോലും മരിക്കുന്നു. ലക്ഷ്മി പറഞ്ഞു കഴിഞ്ഞതും ഇനിയൊന്നും കേൾക്കാനില്ലാത്ത പോലെ തനുപതി എഴുന്നേറ്റു അവിടുന്ന് പുറത്തേക്ക് നടന്നു. മോളെ. പിന്നിൽ നിന്നുള്ള ലക്ഷ്മിയുടെ വിളിയെപ്പോലെ അവഗണിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. എതിരെ വരുന്ന വാഹനത്തിന് നീട്ടിയുള്ള ഹോണടി കേട്ടുകൊണ്ടാണ് ഓർമ്മയിൽ നിന്നും തനു തിരികെ വരുന്നത്. അവൾ കണ്ണുകൾ തുറന്ന് ചുറ്റിനും നോക്കി. വീടെത്താറായിരിക്കുന്നു. അവൾ വിഷ്ണുവിനെ നോക്കിയതും ആ നിമിഷം തന്നെയാണ് അവളെ നോക്കിയത്. താനിങ്ങനെ വിഷമിക്കാതാടോ. ഇപ്പോഴെങ്കിലും താൻ സത്യങ്ങൾ അറിയണം തോന്നി. അതുകൊണ്ടാ താൻ ചോദിച്ച ഉടനെ തന്നെ ഒന്നും മറച്ചു വെക്കാൻ ഞങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. വിഷ്ണു പറഞ്ഞു കേട്ട് അവൾ അതിനെ നോക്കിയൊരു വാടിയ പുഞ്ചിരി മറുപടിയായി നൽകി. ദത്തൻ സാർ എന്തിനാ എന്നിലൂടെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്? പ്രതികാരം ചെയ്യാനായിരുന്നെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടായിരുന്നു. അതിന് താലുകെട്ടി കൂടെ കൂട്ടണമായിരുന്നോ? അവൾ ചോദിച്ചു. അവനൊന്ന് പുഞ്ചിരിച്ചു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ദത്തൻ അന്ന് 7 വയസ്സായിരുന്നു. കുഞ്ഞമാനെന്ന് പറഞ്ഞാൽ അവന്റെ ജീവനായിരുന്നു. വളർന്നു വന്ന സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാ അവന് നിന്നോടും നിന്റെ കുടുംബത്തിനോടൊക്കെ ഇത്രയും ദേഷ്യം. അമ്മാവന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞുള്ള പ്രതികാരമായിട്ടാ അവന്റെ കുഞ്ഞ് നിന്റെ ഉദരത്തിലൂടെ ജന്മെടുക്കണമെന്ന് അവൻ തീരുമാനിച്ച്. വിഷ്ണു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കാറ് മനക്കൽ തറവാടിന് മുമ്പിലേക്ക് എത്തിയിരുന്നു. കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ സിറ്റ് ഔട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ രൂക്ഷമായി നോയിക്കൊണ്ടിരിക്കുന്ന ദത്തിനെ തനു കണ്ടിരുന്നു. ഒരു നിമിഷം അവന്റെ ആ ഭാഗത്തിൽ അവളൊന്ന് പതിരിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. നിക്ക്. ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും ദത്തിന്റെ ഘനഗാംഭീര്യമായ ശബ്ദത്തോടെ ചെവിയിൽ അലയടിച്ചു. അവൾ ഞെട്ടിലോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയതും വലിഞ്ഞു മുറിയ മുഖത്തോടെ ചെയറിൽ നിന്നേറ്റ് തന്റെ അരികിലേക്ക് നടന്നു വരുന്നതിനെ കണ്ട് അവളൊന്ന് ഭയന്നു. എവിടെയായിരുന്നു ഇത്രയും നേരം? മുഖത്തെ ഭാവം അല്പം പോലും മാറ്റാതെ അവൻ ചോദിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് ഞാൻ ആളെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും കാറിൽ നിന്ന് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി വന്നു. ദത്ത, ആള് പോയിക്കോട്ടെ, നീ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരൽപ്പം സംസാരിക്കാനുണ്ട്. വിഷ്ണുവിന്റെ ഗൗരവത്തോടെയുള്ള മുഖഭാവം കണ്ടതും എന്തോ സീരിയസ് കാര്യമാണെന്ന് ദത്തിന് മനസ്സിലായി. അവൻ തനുവിനെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആൾ വിഷ്ണുവിനെ ദയനീയമായി നോക്കി. കണ്ണുകൾ കൊണ്ട് അവളെ ആശ്വസിപ്പിച്ച ശേഷം ദത്തിനെയും കൂട്ടി അവൻ കാറിലേക്ക് കയറി പുറത്തേക്ക് ഓടിച്ചുപോയി. അവര് പോകുന്നത് നോക്കുന്ന തനു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. ആ മോള് വന്നോ? എന്താ ഇത്രയും വൈകിയത്? ഫ്രണ്ട് ഡോർ കടന്നകത്തേക്ക് കയറിയതും രാജേശ്വരിയുടെ ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്കും നോക്കി. കറുത്ത കരയുള്ള നേരിയ സാരി ചുറ്റി അതിനോട് ചേർന്ന കറുത്ത ബ്ലൗസും ധരിച്ച് യാതൊരു സമയങ്ങളും ഇല്ലാത്ത തന്റെ അരികിലേക്ക് നടന്നു വരുന്ന രാജേശ്വരിയെ അവൾ കണ്ണിമച്ചിമാ നോക്കി നിന്നു. ആത്മാർത്ഥ പ്രണയത്തിന്റെ പ്രതീകം എന്ന പോലെ മനസ്സിൽ പതിഞ്ഞ പുരുഷന്റെ സ്ഥാനത്ത് മറ്റൊരുവനെ സ്വീകരിക്കാൻ കഴിയാതെ ഇന്നും ആ ഓർമ്മയിൽ മാത്രം ജീവിക്കുന്ന ചുരുക്കം ചില സ്ത്രീകളിൽ ഒരുവൾ. ലക്ഷ്മി ആന്റി പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ എന്റെ ചിറ്റങ്കാരനെ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച സ്ത്രീ. തനുവിന് രാജേശ്വരിയുടെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. എന്താ മോളെ, എന്തു പറ്റി? മുഖം ആകെ വല്ലാണ്ടിരിക്കുന്നു. വീട്ടിലെന്തെങ്കിലും സംസാരം ഉണ്ടായോ? രേവതി മോളെ എന്തെങ്കിലും പറഞ്ഞോ? ആരോടെ കയ്യിലും മുഖത്തിലൊക്കെ തൊട്ടുനോക്കിയിട്ട് ആകുലതയോടെ ചോദിച്ചു. ഏയ് ഇല്ല അപ്പച്ചി, വീട്ടിൽ നിന്ന് ആരൊന്നും പറഞ്ഞില്ല. യാത്ര ചെയ്തുകൊണ്ടാണ് തോന്നുന്നു, വല്ലാത്തൊരു തലവേദന. അവൾ നെറ്റിയിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ആണോ? എന്നാ മോള് പോയി റെസ്റ്റ് എടുത്തോളൂ. അപ്പച്ചി അപ്പോഴേക്കും മോൾക്ക് ചുക്ക് കാപ്പി ഇട്ടേരാം. ഏയ് അതൊന്നും വേണ്ട അപ്പച്ചി, ഇതൊന്ന് ഇറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മാറിക്കോളൂ. കിച്ചണിലേക്ക് നടക്കാൻ തുടങ്ങിയ രാജേശ്വരിയെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ എന്നെ പൊന്നുമോള് പോയി റെസ്റ്റ് എടുത്തേ. ചെല്ല്. ആർക്ക് അപട ഗൗരവത്തോടെ പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്കുള്ള പടികൾ കയറി. പിന്നെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീദേവിയെ കണ്ട് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. ചുക്ക് കാപ്പി ഉണ്ടായിക്കൊടുത്തും ഭക്ഷണം വാരിക്കൊടുത്തൊക്കെ തലയിലെടുത്ത് വെച്ചോ. പണ്ട് ഇതുപോലെ ഒരെണ്ണത്തിനെ തലയിലെടുത്ത് വെച്ച ഓർമ്മയുണ്ടായിരുന്നല്ലോ. അവള് നിന്റെ ജീവിതപ്പാടെ തകർത്തുകൊണ്ടാ പോയത്. എന്തായാലും ആ കുടുംബത്തിലുള്ളതല്ലേ ഇവളും. അതിന്ന് ഒട്ടും മോശമില്ലാത്ത അനുഭവം തന്നെ പ്രതീക്ഷിക്കാം. മിക്കവാറും ഈ കുടുംബത്തെ മൊത്തത്തിൽ വിഴുങ്ങിയിട്ടായിരിക്കും ഇനി ഇവള് പോകാൻ പോകുന്നത്. ശ്രീദേവി അവളെ പറ്റി അവജ്ഞതയോടെ പറഞ്ഞു കേട്ട് രാജേശ്വരി അവരെ ദയനീയമായി നോക്കി. ആരെങ്കിലും ചെയ്ത തെറ്റിന് ആ കുട്ടി എന്ത് പഴിച്ചു വരുത്തി? തലവിനിച്ചെന്നുകൊണ്ട് അവൾ പറഞ്ഞതും ശ്രീദേവി അവളെ തറപ്പിച്ചെന്ന് നോക്കി. പണ്ടു നിനക്ക് അവളോട് ആ രേവതിയോടായിരുന്നല്ലോ ചായ്വ്. സ്വന്തം ജീവിതം തകർത്തോളാണെന്ന് പോലും ഓർക്കാതെയല്ലേ നീ അവളുടെ അരികിലേക്ക് പോയെന്ന് സംസാരിച്ചോക്കെ. അത് കഴിഞ്ഞിട്ടോ സ്വന്തം കുഞ്ഞിനെ അവൾ കൊന്നു എന്നിട്ട് പോലും അവൾ അങ്ങനെ ചെയ്യില്ലെന്ന് വാദിച്ചവളല്ലേ നീ? അപ്പൊ നിന്നിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അവരൊരു പുച്ഛത്തോടെ പറഞ്ഞു. രാജേശ്വരി തലകുനിച്ചു. ഈ ശ്രീദേവി അതിന് കിട്ടില്ല. ആ രേവതി എന്ന് പറയുന്ന നികൃഷ്ട ജന്മം കാരണം നഷ്ടങ്ങൾ ഏറെ സംഭവിച്ച എനിക്കാ. എന്റെ ഏട്ടൻ, എന്റെ അച്ഛൻ,
എല്ലാവരും എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവളുടെ കുടുംബത്തിലുള്ള ഒരാളോടും എനിക്ക് യാതൊരു സിമ്പതിയില്ല. പിന്നെ ആകെയുള്ളത് ഇവളൊരു പെണ്ണാണെന്നുള്ള പരിഗണന മാത്രം. എന്റെ മകന്റെ കയ്യിൽ നിന്ന് അവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയാത്ത വേദന അവൻ അവൾക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ ഒരു സഹതാപം. പിന്നെ ദത്തന്റെ കൈ കൊണ്ട് അവളെങ്ങാനും മരിച്ചുപോയാ എന്റെ മകനെ കൂടി എനിക്ക് നഷ്ടാവും. ഇനി ആ ഒരു നഷ്ടം കൂടി എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവളുടെ എന്ത് വില കൊടുത്തും ഇവിടുന്ന് അടിച്ചിറക്കി തന്നെ ചെയ്യും. രാജേശ്വരി നോക്കി ഉറപ്പോട് പറഞ്ഞുകൊണ്ട് ശ്രീദേവി വെട്ടിത്തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു. അവർ പോകുന്നു നോക്കി എന്തു പറയണമെന്നറിയാതെ ദയനീയതോടെ നിൽക്കാൻ മാത്രമേ രാജേശ്വരി കഴിഞ്ഞുള്ളൂ. എന്നാൽ സ്റ്റേറിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇവരുടെ ഈ സംഭാഷണങ്ങളെല്ലാം കേട്ട് കണ്ണുനീർ വാർക്കുന്നവളെ ആ നിമിഷം അവർ കണ്ടിരുന്നില്ല. അവിടെ നിന്ന് ഓടി മുറിയിലേക്ക് കയറി കട്ടിലേക്ക് വീണ് പൊട്ടിക്കരയുമ്പോൾ തനുവിന്റെ മനസ്സറിയ അവളുടെ ചിറ്റ മാത്രമായിരുന്നു. എന്റെ ചിറ്റ അങ്ങനെ ചെയ്യൂ. എന്നെയും കുഞ്ഞുവിനെ ഒരു കുറവും കൂടാതെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് വളർത്തിയവളാ എന്റെ ചിറ്റ. ആ ചിറ്റക്ക് സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയാൻ എങ്ങനെ സാധിക്കും? പക്ഷേ ലക്ഷ്മി ആന്റി പറഞ്ഞ് അവർ തന്ന തെളിവുകൾ. ഇനി എന്റെ ചിറ്റക്ക് ഞങ്ങളറിയാത്ത മറ്റൊരു മുഖം കൂടിയുണ്ടോ? ഇതുവരെ വാത്സല്യനിധിയായ ചിറ്റയെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇനി ചിറ്റയ്ക്ക് മറ്റൊരു മുഖം കൂടി ഉണ്ടെങ്കിൽ. ആളുടെ മനസ്സിൽ രേവതി അനുകൂലിച്ചും പ്രതികരിച്ചും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. ആ നിമിഷമാണ് ആളുടെ ഫോണിലേക്ക് രേവതിയുടെ കോള് വരുന്നത്. അതിലേക്ക് നോക്കിയ തനുവിന് എന്തുകൊണ്ടോ ആ സമയം രേവതിയോടൊന്നും തന്നെ സംസാരിക്കാൻ തോന്നിയില്ല. ചിലപ്പോൾ തന്റെ മനസ്സിലുള്ള ഓരോന്നും താൻ ചിറ്റയോട് ചോദിച്ചു പോകുമെന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴേക്ക് ആ കോള് കട്ടായിരുന്നു. ആളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹെഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. നിമിഷങ്ങൾ കഴിയും മുന്നേ വീണ്ടും രേവതിയുടെ കോൾ അവളുടെ ഫോണിലേക്ക് വന്നു. ആ നിമിഷം അവൾ അസ്വസ്ഥതയോടെ ഫോൺ സൈലന്റിലേക്ക് ഇട്ട ശേഷം പില്ലോയിൽ മുഖമമർത്തി കിടന്നുകൊണ്ട് കണ്ണുനീർ വാർത്തു. എന്തുകൊണ്ടോ അവൾക്ക് ആ സമയം രേവതിയോട് വല്ലാത്ത നീരസ് ഉടലെടുത്തു. അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ച് കിടന്നു. അപ്പോഴവളുടെ ഫോണിലേക്ക് രേവതിയുടെ കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. ദത്തിനെയും കൊണ്ട് വിഷ്ണു നേരെ വന്ന് ആ ഗ്രാമത്തിൽ തന്നെയുള്ള പ്രസിദ്ധമായ ഒരു ക്ഷേത്ര പരിസരത്തേക്കായിരുന്നു. പാറകളാൽ ചുറ്റപ്പെട്ട ആ മഹാദേവ ക്ഷേത്രം വലിയൊരു കുന്നിൻ മുകളിലായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അവിടെ എത്തിയെന്ന് വിഷ്ണുവിനെ നോക്കി തനു തന്നെ കാണാമെന്നു ദത്തിനും അവന്റെ കുടുംബത്തിനും അവളോട് അവളുടെ വീട്ടുകാരോടുമുള്ള പകയുടെ കാരണം ചോദിച്ചു. അവൻ പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പോവാൻ തുടങ്ങിയവയും കൂട്ടി അവൻ ലക്ഷ്മിയുടെ അരികിലേക്ക് ചെന്നു. ലക്ഷ്മി അവളോട് രേവതിയുടെ ചതിയെക്കുറിച്ചും അവൾ കാരണം ദത്തനും കുടുംബത്തിനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ദത്തനോട് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞു ദത്തൻ കുറച്ച് സമയം മൗനമായി നിന്നു. അത് വേണ്ടായിരുന്നു വിഷ്ണു. ഇപ്പൊ അവളൊന്നും അറിയാൻ പാടില്ലായിരുന്നു. കുന്നിൻ മുകളിലെ വലിയ പാറക്കിണ്ണറ്റുന്നുകൊണ്ട് ദത്തൻ പറഞ്ഞു. വിഷ്ണു അവനെ രൂക്ഷമായി നോക്കി. അതെന്താ ഇപ്പൊ അവളൊന്നും അറിയാൻ പാടില്ലാത്ത? വിഷ്ണുവിന്റെ മുഖത്തെ പതിവില്ലാത്ത വിധമുള്ള ഗൗരവം ദത്തനെ ശ്രദ്ധിച്ചു. അത് ആ നിമിഷം ദത്തന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവള് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളിട്ട് ദ്രോഹിക്കാൻ കഴിയില്ലെന്ന് ഓർത്തിട്ടാണോ? വിഷ്ണു പരിഹാസത്തോടെ ചോദിച്ചു. ദത്തൻ അവനെ രൂക്ഷമായി നോക്കി. അവള് സത്യങ്ങൾ അറിഞ്ഞെന്ന് വെച്ച് എനിക്ക് അവളോട് ദേഷ്യം തീരം തോന്നുന്നുണ്ടോ വിഷ്ണു? അവൾ ആ സത്യങ്ങൾ അറിഞ്ഞാലില്ലെങ്കിലും അവളോട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചൊക്കെ ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. ദത്തനൊരു പുച്ഛത്തോടെ പറഞ്ഞു. വിഷ്ണു അവനെ നോക്കിയൊന്ന് ചുണ്ടൂട്ടി ചിരിച്ചു. അത് ശരിയാ, നീ അവളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്നാ മതി. അവള് നിന്റെ 6ാം വാരിൽ നോക്കി ഊരിയെടുക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. വിഷ്ണു പരിഹാസത്തോടെ പറഞ്ഞു. ദത്തന്റെ മുഖം വീർത്തു. നീ മുഖം വീർപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ദത്ത. ഞാൻ നടക്കാൻ പോകുന്ന കാര്യം മാത്രം പറഞ്ഞു. വെറുതെ ആവശ്യമില്ലാതെ അവിടെ മെക്കിട്ട് കയറാൻ ചെല്ലരുത്. ഇതുവരെയുള്ള നിന്റെ അനുഭവം എന്തായിരുന്നു എന്ന് ഓർത്താ മതി. വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തിനൊന്നും മിണ്ടാതെ മാറിൽ കയ്യും കെട്ടി ആ മലമുകളിലെ മുനമ്പിൽ നിന്നുകൊണ്ട് വിശാലമായ താഴ്വരയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആ നിമിഷം അവന്റെ മനസ്സിൽ എന്തായിരിക്കുന്നു മനസ്സിലാക്കിയ ഒരു പുഞ്ചിരിയോടെ അടുത്ത് കിടന്ന പാർക്കറ്റിലേക്ക് കയറിയിരുന്നു. ഇനി എന്താണ് ദത്ത നിന്റെ തീരുമാനം? മാറിൽ കയ്യും കെട്ടി അഗാധമായ താഴ്വരയിലേക്ക് നോക്കിയിരിക്കുന്ന ദത്തിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് വിഷ്ണു ചോദിച്ചു. എന്ത് തീരുമാനം? അവൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ ദത്തൻ ചോദിച്ചു. തനുവിന്റെ കാര്യത്തിൽ ഇനി നിന്റെ തീരുമാനം തന്നാ ഞാൻ ചോദിച്ചു. വിഷ്ണു ഗൗരവത്തോടെ പറഞ്ഞു. അത് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, സത്യങ്ങൾ അവൾ അറിഞ്ഞു എന്ന് വെച്ചാൽ എന്റെ തീരുമാനത്തിൽ മാറ്റൊന്നുമില്ല. എന്റെ കുഞ്ഞിനെ അവൾ പ്രസവിക്കണം, അതെന്റെ ഉറച്ച തീരുമാനം തന്നെയാ. അതിനുവേണ്ടിയാ ഞാൻ അവൾക്ക് 10 ലക്ഷം രൂപ എണ്ണിക്കൊടുത്ത്. അവൻ പുച്ഛത്തോടെ പറഞ്ഞതും വിഷ്ണു അവനെ നോക്കി പല്ലുകടിച്ചു. എടാ പുല്ലേ, അപ്പൊ നീ ഇനി അവളെ ഉപദ്രവിക്കാൻ പോവാണോ? വേണ്ടതത്ത, അവളുടെ ചിറ്റ ചെയ്ത് തെറ്റി ഇനി അവളെ ഉപദ്രവിക്കില്ലേ? ദൈവം പോലും പൊറുക്കില്ലടാ. വിഷ്ണു അവനെ പിന്തിരിപ്പിക്കാനെന്ന് അവളെ പറഞ്ഞു. ഓ, നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാൻ അവളെ എന്തോ കൊല്ലാൻ നോക്കിയെന്ന്. ഞാനാണ് അവളെ ഉപദ്രവിക്കുന്നത്? ആ രാക്ഷസിയല്ലേ എന്റെ തല അടിച്ചു പൊട്ടിച്ച്. അത് മാത്രോ എന്റെ നെഞ്ച് കടിച്ചു പറിച്ചു വെച്ചിരിക്കുന്ന നീ കണ്ടില്ലേ? പട്ടികൾ പോലും ഇത്ര ക്രൂരമായിട്ട് കടിക്കില്ല. അവൻ പല്ലിയരിച്ചുകൊണ്ട് പറഞ്ഞു. വിഷ്ണു പൊട്ടിയൊന്ന ചിരി കടിച്ചു പിടിച്ചിരുന്നു. അല്ലെങ്കിൽ ദത്ത മിക്കവാറും തന്നെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നവൻ അറിയായിരുന്നു. അതറിയാമെങ്കിൽ നീ എന്തിനാ വീണ്ടും അവളുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നു? പിന്നെ എനിക്ക് എന്റെ കാശ് മുതലാക്കേണ്ട മോനെ. അവൻ പറഞ്ഞിട്ട് വിഷ്ണു നെറ്റി വിളിച്ചു. 1-2 രൂപ 10 ലക്ഷം ഞാൻ അവൾക്ക് എണ്ണിക്കൊടുത്ത്. അങ്ങനെ വല്ലവളുമാർക്ക് വെറുതെ കൊണ്ടു കൊടുക്കാൻ ഞാൻ കുഴിച്ചെടുത്ത കാശൊന്നുമല്ലത്. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുതലാക്കണമെന്നും ഈ ദത്തിന് നന്നായിട്ട് അറിയാം. അവൻ പുച്ഛത്തോടെ പറഞ്ഞു. വിഷ്ണു അവനെ രൂക്ഷമായി നോക്കി.
നിന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ദത്ത. നിനക്കുണ്ടല്ലോ കാശുള്ളതിന്റെ അഹങ്കാര. വിഷ്ണു പറഞ്ഞു കേട്ട് ദത്തൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ, നീ വരുന്നീ വാ, ഞാൻ പോവാ. വീട്ടിൽ ചെന്നിട്ട് എന്റെ ഭാര്യ എനിക്ക് ശരിക്കൊന്ന് കാണണം. 2 ദിവസമായിട്ട് അവൾ എനിക്കിട്ട് നല്ലോണം പണിയുവാ. അതെല്ലാം കൂടി ചേർത്ത് ഇന്ന് തിരിച്ചു കൊടുക്കണം. ഒറ്റ കണിരിക്കൊണ്ടാവൻ പറഞ്ഞു. വിഷ്ണു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവനൊന്ന് ചിരിച്ചു കാണിച്ചുകൊണ്ട് ദത്തൻ താഴേക്ക് ഇറങ്ങി. ഹോ എന്റെ ഭഗവാനെ, ഇവനിനി എന്ന് നന്നാവാനാ? കാവടി തുള്ളിയാ പോകുന്നു. ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഇവൻ കണക്കിന് മേടിച്ചൂട്ടെന്നാ തോന്നുന്നു. അവൻ പോകുന്ന നോക്കുന്ന വിഷ്ണു ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ശേഷം അവന്റെ പിന്നാലെ തന്നെ താഴേക്ക് ഇറങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.